വ്യവസായ രംഗത്ത് ലോകത്തിന്റെ നിറയിലേക്ക് സലാലയുടെയും സിംഗപ്പൂരിന്റെയും കൊളംബോയുടെയും ഒക്കെ കുത്തക തകർക്കുന്ന തരത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം. ഉമ്മൻചാണ്ടിയാണ് 2015 ഈ കരാർ ഒപ്പിടുന്നത്. ഉമ്മൻചാണ്ടി കരാർ ഒപ്പിടുമ്പോൾ അന്നുണ്ടായ വിവാദങ്ങൾ ചില്ലറയല്ല എന്ന് നമുക്കൊക്കെ അറിയാം. ഈ വിഴിഞ്ഞം പദ്ധതിക്ക് ഒരു ധാരണയിലേക്ക് എത്തുന്ന സമയത്ത് പ്രതിപക്ഷം വലിയ ആരോപണം ഉന്നയിച്ചു. പിണറായി വിജയൻ തന്നെ 6000 കോടി രൂപയുടെ അഴിമതി ഇതിന് പിന്നിലുണ്ട് എന്നാണ് അന്ന് ആരോപണം ഉന്നയിച്ചത്. വിഴിഞ്ഞം കരാർ അദാനിക്ക് നൽകിയതിന് പിന്നിൽ ആയിരക്കണക്കിന് കോടി രൂപയുടെ അഴിമതിയുണ്ടെന്നാണ് അന്ന് CPM പറഞ്ഞത്. സംസ്ഥാനം ഭരിക്കുന്ന കോൺഗ്രസും കേന്ദ്രത്തിൽ അധികാരത്തിലുള്ള BJPയും തമ്മിലുള്ള ഡീലെന്നും വിമർശിച്ചു. ഒന്നാം സ്ഥാനം റിയൽ എസ്റ്റേറ്റ് ബിസിനസ് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് BJP ഉമ്മൻചാണ്ടി കൂട്ടുകച്ചവടത്തിന്റെ മറ്റു വ്യവസ്ഥകൾ കൂടി പുറത്തുവിടാൻ സർക്കാർ തയ്യാറാകണം. പ്രതിപക്ഷ നേതാവിന്റെ അതേ അഭിപ്രായം തന്നെയായിരുന്നു അപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനും. പണത്തിനു മീതെ പരുന്തും പറക്കില്ല എന്നൊരു വർത്തമാനമുണ്ടല്ലോ, അതാണ് ഇവർ ബാധകമായിക്കൊണ്ടിരിക്കുന്നത്. ആരെതിർത്താലും പിന്നോട്ടില്ലെന്ന നിലപാടായിരുന്നു ഉമ്മൻചാണ്ടിക്കും ഭരണകക്ഷിക്കും. കേരളത്തിലെ സാഹചര്യങ്ങളിൽ അത് പുറകോട്ടടിച്ച് 25 കൊല്ലം നമുക്ക് നഷ്ടപ്പെട്ടു. ഇനി നഷ്ടപ്പെടാതിരിക്കും.